ലോകം ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരു യുദ്ധക്കളമായി മിഡിൽ ഈസ്റ്റ് വീണ്ടും മാറിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം അതിൻ്റെ 4ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അത് കേവലം ഒരു മിസൈൽ പോരാട്ടത്തിനപ്പുറം ഒരു പൂർണ്ണ തോതിലുള്ള കരയുദ്ധത്തിലേക്ക് വഴിമാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തുവരുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ സൈനിക നീക്കം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക വിന്യാസങ്ങളിലൊന്നായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 5 ദിവസത്തെ വെടിനിർത്തലും സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ലോകത്തിന് നൽകിയ പ്രതീക്ഷകൾക്ക് ആയുസ് കുറവാണെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ സമാധാന സംഭാഷണങ്ങൾ യഥാർത്ഥത്തിൽ ഒരു നയതന്ത്ര തന്ത്രം മാത്രമാണെന്നും സൈനികമായ ഒരു വലിയ മുന്നേറ്റത്തിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പിന് സമയം കണ്ടെത്താനുള്ള നീക്കമാണെന്നും നിരീക്ഷകർ സംശയിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ആഗോള വിപണിയിൽ പെട്ടെന്നുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. യുദ്ധഭീതിയിൽ കുതിച്ചുയർന്ന എണ്ണവില കുറയ്ക്കാനും തകർച്ച നേരിടുന്ന ഓഹരി വിപണിക്ക് താൽക്കാലിക ആശ്വാസം നൽകാനും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി. എന്നാൽ സാമ്പത്തിക വിപണിയെ ശാന്തമാക്കുമ്പോഴും പെന്റഗണിൽ നിന്നുള്ള നീക്കങ്ങൾ തികച്ചും വിപരീതമായ ഒരു ചിത്രമാണ് നൽകുന്നത്. ഈ 5 ദിവസത്തെ സാവകാശം അമേരിക്കൻ സൈന്യത്തിന് തങ്ങളുടെ അത്യാധുനിക പടക്കോപ്പുകളും കൂടുതൽ സൈനികരെയും യുദ്ധമുഖത്തേക്ക് സുരക്ഷിതമായി എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുമ്പോഴും യുദ്ധത്തിനായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ഈ ഇരട്ടത്താപ്പ് വലിയൊരു പ്രത്യാക്രമണത്തിനുള്ള ഒരുക്കമാണെന്ന് വേണം കരുതാൻ. അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്തുറ്റ വിഭാഗമായ 82 എയർബോൺ ഡിവിഷൻ മിഡിൽ ഈസ്റ്റിൽ വിന്യസിക്കപ്പെട്ടത് ഈ നീക്കത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. അതിവേഗത്തിൽ എവിടെയും കടന്നു ചെന്ന് ആക്രമണം നടത്താൻ കെൽപ്പുള്ള ഈ വിഭാഗത്തിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള പദ്ധതി തയ്യാറായി കഴിഞ്ഞു എന്നാണ്. ഇതിന് പിന്നാലെ 2000-ലധികം മറീനുകളെ വഹിച്ചുകൊണ്ടുള്ള USS ട്രിപ്പോളി ആംബിബിയൻസ് റെഡി ഗ്രൂപ്പും USS ബോക്സറിലെ 11ാമത് മറീൻ എക്സ്പെഡിഷണറി യൂണിറ്റും മേഖലയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കടലിൽ നിന്നും കരയിലേക്ക് നേരിട്ട് ആക്രമണം നടത്താൻ ശേഷിയുള്ള ഈ ആംബിബിയസ് ഗ്രൂപ്പുകൾ ഇറാന്റെ തീരപ്രദേശങ്ങളെ ലക്ഷ്യമിട്ടാണ് വരുന്നത്. ഇറാന്റെ നാവിക കരുത്തിനെ അടിച്ചമർത്താനും തീരദേശ സുരക്ഷാ വലയങ്ങൾ ഭേദിക്കാനും ഈ വിന്യാസം വഴി അമേരിക്കയ്ക്ക് സാധിക്കും. ഈ നിർണായക ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ബ്രിട്ടനും തങ്ങളുടെ അത്യാധുനിക ആയുധ ശേഖരവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ബ്രിട്ടന്റെ ഏറ്റവും പുതിയ ആസ്റ്റ്യൂട്ട് ക്ലാസ് ആണവ അന്തർവാഹിനിയായ HMS ആൻസൺ അറബിക്കടലിൽ നിലയുറപ്പിച്ചത് ഇറാന് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് ആഴ്ചകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ കടലിനടിയിലൂടെ സഞ്ചരിച്ചാണ് ഈ അന്തർവാഹിനി വടക്കൻ അറബിക്കടലിൽ എത്തിയിരിക്കുന്നത്. 1600 കിലോമീറ്റർ ദൂരപരിധിയുള്ള ടോംഹാക്ക് ബ്ലാക്ക് 4 ക്രൂസ് മിസൈലുകൾ വഹിക്കുന്ന ഈ അന്തർവാഹിനിക്ക് ഇറാന്റെ ഉള്ളിലുള്ള ലക്ഷ്യങ്ങളെ കൃത്യതയോടെ തകർക്കാൻ കഴിയും. ഒരു നിശബ്ദ വേട്ടക്കാരനെ പോലെ കടലിനടിയിൽ മാസങ്ങളോളം കഴിയാൻ ശേഷിയുള്ള HMS ആൻസൺ ബ്രിട്ടന്റെ സൈനിക നിലപാട് പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്ക് മാറിയതിന്റെ ലക്ഷണമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ സ്വീകരിച്ചിരിക്കുന്ന കർക്കശമായ നിലപാടുകൾ ശ്രദ്ധേയമാണ്. സൈപ്രസിലെ ബ്രിട്ടീഷ് സൈനിക താവളങ്ങളും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷിയയും അമേരിക്കൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ അദ്ദേഹം അനുമതി നൽകിയത് ഇറാന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയാക്കുന്നു. ഇറാൻ തങ്ങളുടെ സഖ്യകക്ഷികൾക്കെതിരെ നടത്തുന്ന പ്രകോപനങ്ങൾക്കുള്ള മറുപടിയായാണ് ബ്രിട്ടൻ ഈ തീരുമാനമെടുത്തത്. ഡീഗോ ഗാർഷിയ പോലെയുള്ള താവളങ്ങളിൽ നിന്ന് ലോങ് റേഞ്ച് ബോംബുകൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകും. ഇത് വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോള ശക്തികൾ ഒത്തുചേരുന്ന ഒരു വലിയ യുദ്ധത്തിന്റെ ഭാഗമാണെന്നത് വ്യക്തമാണ്. ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ട്രംപിന്റെ മാക്സിമം പ്രഷർ നയത്തിന്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കങ്ങൾ. എന്നാൽ ഇത്തവണ നയതന്ത്രപരമായ പുകമറകൾക്ക് പിന്നിൽ അതിശക്തമായ സൈനിക വിന്യാസമുണ്ട് എന്നതാണ് പ്രത്യേകത. യുദ്ധം ഒഴിവാക്കാൻ ഇറാൻ തയ്യാറാകണമെന്ന സന്ദേശം നൽകുന്നതിനോടൊപ്പം തന്നെ അവർ വഴങ്ങുന്നില്ലെങ്കിൽ സൈനികമായി നേരിടാൻ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് പെന്റഗൺ വ്യക്തമാക്കുന്നു. സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇത്രയധികം സൈനികരെ മേഖലയിലേക്ക് അയക്കുന്നത് വിരോധാഭാസമായി തോന്നാമെങ്കിലും അത് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കാനുള്ള ഒരു സൈനിക തന്ത്രം കൂടിയാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തങ്ങളുടെ പടിവാതിക്കൽ ഇത്രയധികം ആയുധ ശേഖരങ്ങൾ എത്തുമ്പോൾ ഇറാനും മിണ്ടാതിരിക്കാൻ വഴിയില്ല. ഹോർമൂസ് കടലിടുക്കിലെ എണ്ണ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതോ മിസൈൽ പ്രത്യാക്രമണങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ലോക സാമ്പത്തിക ക്രമങ്ങളെയും അതുപോലെ ആഗോള സമാധാനത്തെയും സാരമായി ബാധിക്കും. യുദ്ധത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ അമേരിക്കയും ബ്രിട്ടനും തയ്യാറാണെന്ന സന്ദേശമാണ് ഈ നീക്കങ്ങൾ നൽകുന്നത്. വരും ദിവസങ്ങൾ മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയും ഒരുപക്ഷെ ലോകക്രമം തന്നെയും നിർണ്ണയിക്കപ്പെടുന്നതായിരിക്കും. പ്രഖ്യാപിത വെടിനിർത്തൽ അവസാനിക്കുന്നതോടെ അമേരിക്കൻ സൈന്യം എന്ത് നടപടി സ്വീകരിക്കും എന്നതിലാണ് ലോകത്തിന്റെ ശ്രദ്ധ. സമാധാനത്തിന്റെ പാത തുറക്കപ്പെടുമോ അതോ ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഭീകരതയിലേക്ക് ഈ മേഖല കൂപ്പുകുത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.
നയതന്ത്രങ്ങളുടെ വാക്കുകളേക്കാൾ ഉപരിയായി സൈനികരുടെ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ പ്രസക്തിയേറുന്നത്. ആധുനിക യുഗത്തിലെ ഏറ്റവും സങ്കീർണമായ ഈ സൈനിക പ്രതിസന്ധിയിൽ ഒരു ചെറിയ പിഴവ് പോലും വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, സമാധാന ചർച്ചകൾ നടക്കുമ്പോഴും പടക്കോപ്പുകളുടെ മുഴക്കം മിഡിൽ ഈസ്റ്റിന്റെ ആകാശത്ത് ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.